Dear students, welcome back. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ജേണൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് വിശദമായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് പരാതി പറഞ്ഞിരുന്നു എങ്ങനെയാണ് ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒന്നും കൂടെ എങ്ങനെയാണ് ഒരു ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമുക്കൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെയാണ് ഒരു ജേണൽ എൻട്രി നമ്മൾ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് നമ്മുടെ സീരിയസ് ആയിട്ട് തന്നെ ശ്രദ്ധിച്ച് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സോട് കൂടി നിങ്ങളുടെ ജേണൽ പോസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും തീരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ വെച്ച് തന്നെ ഇന്നത്തെ പ്രോബ്ലം ചെയ്തു നോക്കാം. അതായത് ഓരോ ടൈപ്പ് ട്രാൻസാക്ഷൻസ് വരുമ്പോഴും എങ്ങനെയാണ് അതിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് തീരുമാനിച്ചത് നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളതിനകത്ത് ആദ്യം വരുന്നതാണ് ബിസിനസ് തുടങ്ങുന്ന ഒരു ജേണൽ എൻട്രി അല്ലേ. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിയുടെ പേരൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ രാമു സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹25,000 25,000 രൂപയ്ക്ക് രാമു എന്ന് പറയുന്ന വ്യക്തി ഒരു ബിസിനസ് ആരംഭിച്ചു എന്ന് പറഞ്ഞ് നമ്മളൊരു ട്രാൻസാക്ഷൻ പറയാമെന്ന് വിചാരിച്ചു. എങ്ങനെയായിരിക്കും നമ്മളത് റെക്കോർഡ് ചെയ്യാം? നോക്കിയേക്കാം അല്ലേ. നോക്കുക, രാമു സ്റ്റാർട്ടഡ് ബിസിനസ് ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും രാമു എന്ന് പറയുന്ന ഓണർ ആണല്ലോ. ഓണർ ബിസിനസ് ആരംഭിക്കുക എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ അക്കൗണ്ട്സിൽ വരുന്ന 2 അക്കൗണ്ടുകൾ ആ ട്രാൻസാക്ഷൻ ഉണ്ടാവും. അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. അതായത് രാമു ബിസിനസ് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ബിസിനസ് എപ്പോൾ തുടങ്ങുമ്പോഴും അവിടെ പണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അസറ്റോ വെച്ചിട്ടായിരിക്കും ബിസിനസ് തുടങ്ങുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഒരു അക്കൗണ്ട് എന്തായിരിക്കും, എന്തുകൊണ്ടാണോ ബിസിനസ് തുടങ്ങുന്നത് ആ അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ 50,000 രൂപ കൊണ്ടാണ് ബിസിനസ് തുടങ്ങിയത്. സോ നമ്മൾ ആദ്യത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? ക്യാഷ് അക്കൗണ്ട്. ഫസ്റ്റ് അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ട് ആണ്. ഇനി രണ്ടാമത്തെ കേസ് ബിസിനസ് തുടങ്ങി എന്നുള്ള ട്രാൻസാക്ഷനകത്ത് രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും. ക്യാപിറ്റൽ ക്ലിയറാണോ? ഫസ്റ്റ് അക്കൗണ്ട് നമുക്ക് ക്യാഷ് അക്കൗണ്ട് കിട്ടി, രണ്ടാമത്തെ അക്കൗണ്ട് നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ അക്കൗണ്ട് കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വലിയ പ്രശ്നം ഇത് ഏത് അക്കൗണ്ടിനാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൽ വരുന്ന അക്കൗണ്ട് ആണ് എന്നത് മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ കേസില്. ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു ആസ്തിയാണല്ലോ, നമ്മുടെ കയ്യിലുള്ള സ്വത്താണല്ലോ, കാണാൻ കഴിയുന്ന ഒരു സാധനമാണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, ക്യാഷ് ഒരു അസറ്റ് ആണെന്ന് പറയാം. ക്യാഷ് എന്താണ്? ഒരു അസറ്റ് ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണർക്ക് കൊടുക്കാനുള്ള പൈസയാണ്. ക്യാപിറ്റൽ ഓണർക്ക് കൊടുക്കാനുള്ള പൈസ. കാരണം ഓണർ ഇപ്പോൾ ബിസിനസ്സിലേക്ക് നിക്ഷേപിച്ചതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ബിസിനസ് എന്താണോ വൈൻഡ് അപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഓണർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്തായിട്ട് മാറും? ഒരു ലയബിലിറ്റി ആയിട്ട് മാറും. ക്യാപിറ്റൽ എന്താണ്? ഒരു ലയബിലിറ്റി ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു നിയമമുണ്ട്. ഡെബിറ്റും ക്രെഡിറ്റും തീരുമാനിക്കുന്നതിന് നമുക്കറിയാവുന്ന നിയമം എന്താണ്? അസറ്റ് കൂടുമ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ലയബിലിറ്റി ആണെങ്കിലോ ലയബിലിറ്റി കുറയുമ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റും ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റുമാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മളിനി നോക്കി വെക്കാം. നമ്മൾ പറഞ്ഞ ട്രാൻസാക്ഷൻ രാമു കമൻസ്ഡ് ബിസിനസ് അല്ലെങ്കിൽ രാമു സ്റ്റാർട്ടഡ് ബിസിനസ് ആരംഭിച്ചു. 50,000 രൂപ വെച്ചിട്ട് രാമു ബിസിനസ് ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും ബിസിനസ്സിൽ ക്യാഷ് കൂടുതലേ. രാമുവിന്റെ ഭാഗത്തും ചിന്തിക്കരുത്, ബിസിനസിന്റെ ഭാഗത്തും ചിന്തിക്കുക. രാമു ബിസിനസ്സിലേക്ക് പൈസ നിക്ഷേപിക്കുമ്പോൾ ബിസിനസ്സിന് ക്യാഷ് കൂടും. ക്യാഷ് കൂടുക എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടും. അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഈ അസറ്റ് അക്കൗണ്ടിനെ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. അസറ്റ് അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ക്യാപിറ്റലിന്റെ കേസ് നോക്കി വെക്കാം. ഇതുവരെ നമ്മൾ രാമുവിന് പൈസ ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല. രാമു ബിസിനസ് തുടങ്ങി എന്ന് പറയുന്നതോട് കൂടി നമ്മൾ തിരിച്ച് അങ്ങോട്ട് പൈസ കൊടുക്കാൻ ബാധ്യസ്ഥനായി അല്ലെ. എപ്പോഴാണോ ബിസിനസ് വൈൻഡ് അപ്പ് ചെയ്ത്, എപ്പോഴാണോ ബിസിനസ് നമ്മൾ നിർത്തി അവസാനിപ്പിച്ച് പോകുന്നത്, അപ്പൊ നമ്മൾ രാമുവിന് തിരിച്ച് പൈസ കൊടുക്കണം. സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ലയബിലിറ്റി അല്ലേ. അങ്ങോട്ട് കൊടുക്കാനാണെന്നൊക്കെ നമ്മുടെ ബാധ്യതയാണ്, ലയബിലിറ്റിയാണ്. അപ്പൊ ക്യാപിറ്റൽ നമ്മുടെ ലയബിലിറ്റി ആണ്. ഈ ലയബിലിറ്റി രാമുവിന് കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ അത് കൂടല്ലേ. ലയബിലിറ്റി ബാധ്യത കൂടുകയാണ്. ബാധ്യത കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ പണി ഇതാണ്. നമുക്ക് ട്രാൻസാക്ഷൻ കിട്ടി കഴിഞ്ഞാൽ അതിൽ 2 അക്കൗണ്ടുകൾ കണ്ടെത്തുക. ആ 2 അക്കൗണ്ടുകളിൽ ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് എന്നുള്ളത് നോക്കാം. ഓക്കെ ആണല്ലോ? ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് ജേണൽ എൻട്രി ആക്കി എഴുതുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് ഒക്കെ എഴുതി, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ ഇത് ജേണൽ എൻട്രി ഫോർമാറ്റിലാണ് എഴുതേണ്ടത്. ജേണൽ എൻട്രി ഫോർമാറ്റിൽ നമ്മൾ ഈ 2 അക്കൗണ്ടുകൾ എഴുതുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിന് നിങ്ങൾ മുകളിൽ എഴുതാം. അതായത് ബൈ ക്യാഷ് അക്കൗണ്ട്. ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മുകളിൽ എഴുതുന്നത്. അപ്പൊ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ബൈ ക്യാഷ് അക്കൗണ്ട്
എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിൽ നമ്മൾ മുകളിൽ എഴുതും ബൈ ക്യാഷ് അക്കൗണ്ട്. ബൈ നിർബന്ധമൊന്നുമില്ല, ബൈ എഴുതി നമ്മൾ ശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് ഒരു ഫ്ലോയിലൊക്കെ പറഞ്ഞു പോകാത്രേ ഉള്ളൂ. ബൈ ടു എഴുതുന്നത് നിർബന്ധമൊന്നുമില്ല. എന്തായാലും ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിന് നേരെ ഡെപ്റ്റർ DR ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് എഴുതാനാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്ന് പറയല്ലേ. അപ്പൊ ഇത് എഴുതാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതിനകത്ത് നമ്മൾ 2 അക്കൗണ്ടുകൾ ഫോം ചെയ്യാം. 2 അക്കൗണ്ട് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ആ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ സ്ഥാപനത്തിന് മാറ്റം വരുന്ന 2 അക്കൗണ്ടുകൾ, പൊതുവെ വരുന്ന അക്കൗണ്ടുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടി നമുക്ക് ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിയാലും അതിന് അക്കൗണ്ട് എടുക്കാനും അതിന്റെ ഡെബിറ്റ് ക്രെഡിറ്റ് തീരുമാനിക്കാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതാം. അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, അത് കൂടുകയാണോ കുറയാണോ നോക്കുക, അതിനനുസരിച്ച് തന്നെ ഡെബിറ്റും ക്രെഡിറ്റും തീരുമാനിക്കുക. നിങ്ങൾ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിനെ നിങ്ങൾ ബൈ എന്ന് പറഞ്ഞിട്ടും ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിനെ ടു എന്ന് പറഞ്ഞിട്ട് എഴുതും. ക്ലിയർ ആണോ? അപ്പൊ എപ്പോൾ ബിസിനസ് ആരംഭിക്കുന്ന എൻട്രി ആണെങ്കിലും അതിന്റെ ട്രാൻസാക്ഷൻ എങ്ങനെയായിരിക്കും വരിക, ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഇനി വേറെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണെങ്കിൽ, ബിസിനസ്സിലേക്ക് പൈസ വരികയാണെങ്കിൽ എപ്പോഴും ബൈ എന്തായിരിക്കും, ക്യാഷ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ബിസിനസ്സിലേക്ക് ക്യാഷ് ഇങ്ങോട്ട് വരുന്ന ഏത് ട്രാൻസാക്ഷൻ എടുത്താലും അതിലെ ബൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്യാഷ് ആയിരിക്കും. ടു എന്താണോ വരുന്നത് അതായിരിക്കും ടു. ഫോർ എക്സാമ്പിൾ ഇവിടെ ക്യാപിറ്റൽ അല്ലേ വരുന്നത്, അപ്പൊ ടു ക്യാപിറ്റൽ. ഇനി നമുക്ക് ആരെങ്കിലും പൈസ തരികയാണെങ്കിൽ ടു ആ വ്യക്തിയുടെ പേര് എഴുതുന്നത്. ഓക്കെ ആണല്ലോ? ബിസിനസ്സിലേക്ക് എപ്പോൾ ക്യാഷ് വരുമ്പോഴും ബൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്യാഷ് ആയിരിക്കും. ടു എന്താണോ വരുന്നത് അതായിരിക്കും ടു ആയിട്ട് എഴുതുക. ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം, വേറെ ഉദാഹരണം നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് സാധാരണ വരുന്ന എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന എൻട്രിയാണ് പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു വരുന്ന ട്രാൻസാക്ഷൻ, അതായത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആവാം, അതല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റഹീം, അല്ലെങ്കിൽ രാജു, അതല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അമൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് വരും, ട്രാൻസാക്ഷൻസ് വരും. ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു, അതല്ലെങ്കിൽ നമ്മൾ ക്യാഷിന് പർച്ചേസ് ചെയ്തു. ഇങ്ങനെ 2 രീതിയിലാണ് പർച്ചേസ്ഡ് ഗുഡ്സ് വരിക. ശ്രദ്ധിക്കുക, പർച്ചേസ്ഡ് ഗുഡ്സ് ആണെങ്കിൽ മാത്രം, വേറെ പലതും പർച്ചേസ് വരാം. പർച്ചേസ്ഡ് മെഷീനറി, പർച്ചേസ്ഡ് ഫർണിച്ചർ, പർച്ചേസ്ഡ് സ്റ്റേഷനറി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല സാധനങ്ങളും ബിസിനസ്സിൽ വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഗുഡ്സ് വാങ്ങുമ്പോൾ മാത്രം നമ്മൾ ഏത് അക്കൗണ്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ, പർച്ചേസ് അക്കൗണ്ടാണ് ഉപയോഗിക്കേണ്ടത്. പർച്ചേസ്. അപ്പൊ ഗുഡ്സ് ആണ് വാങ്ങുന്നതെങ്കിൽ ഒരു അക്കൗണ്ട് എന്തായിരിക്കും, പർച്ചേസ് ആയിരിക്കും. ഇവിടെ നമ്മൾ എക്സാമ്പിൾ എടുക്കണം, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് നമ്മൾ പർച്ചേസ് ചെയ്യാം. ക്യാഷ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചന കിട്ടും, ഒരു അക്കൗണ്ട് എന്തായാലും പർച്ചേസ് ആണ്. പർച്ചേസ് ഗുഡ്സ് എന്തുണ്ടോ ഒരു അക്കൗണ്ട് എന്തായാലും എന്താണ്, പർച്ചേസ് ആണ്. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത്, ക്യാഷിനാണ് പർച്ചേസ് ചെയ്തെങ്കിൽ രണ്ടാമത്തെ അക്കൗണ്ട് എന്താണ്, ക്യാഷ്. ക്യാഷിനാണ് പർച്ചേസ് ചെയ്തെങ്കിൽ രണ്ടാമത്തെ അക്കൗണ്ട് എന്താണ്, ക്യാഷ് ആണ്. ഇനി കടത്തിനാണ് പർച്ചേസ് ചെയ്തെങ്കിലോ, കടത്തിനാണെങ്കിൽ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണോ പർച്ചേസ് ചെയ്തത് അയാളുടെ പേരാണ് നിങ്ങൾ രണ്ടാമത്തെ അക്കൗണ്ട് ആയിട്ട് എടുക്കേണ്ടത്. ക്ലിയർ ആവാം? അപ്പോ പർച്ചേസിന്റെ എൻട്രി 2 രീതിയിലാണ് വരാറുള്ളത്. പർച്ചേസ് ഗുഡ്സിന്റെ എൻട്രി ഒന്നെങ്കിൽ ക്യാഷിന് പർച്ചേസ് ചെയ്യും, അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുടെ കയ്യിൽ നിന്ന് കടത്തിന് പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്യാന്ന് മനസ്സിലായല്ലോ, സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുക, അതിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എന്താണോ ഡീൽ ചെയ്യുന്നത് ആ സാധനം നമ്മൾ വാങ്ങിക്കുക. ഇപ്പൊ ബേക്കറി ആണെങ്കിൽ ബേക്കറി വാങ്ങിക്കുക, പച്ചക്കറി വിൽക്കുന്ന ആളാണെങ്കിൽ പച്ചക്കറി വാങ്ങിക്കുക. അതിനെയാണ് പർച്ചേസ് ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ്. ഓക്കെ ആണല്ലോ? അപ്പോ പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ, പർച്ചേസ് ഗുഡ്സ് ആണെങ്കിൽ നമ്മുടെ ഒരു അക്കൗണ്ട് എന്താണ്, പർച്ചേസ് അക്കൗണ്ട് ആണ്. രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷ് ആണ്. ഇതിന്റെ ജേണൽ എങ്ങനെയായിരിക്കും നോക്കിട്ടാ, പർച്ചേസ് എക്സ്പെൻസ് ആണല്ലോ, എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതാണെങ്കിൽ അത് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. ചെലവുകളൊക്കെ നമ്മുടെ എക്സ്പെൻസ് അക്കൗണ്ടുകളാണ്. അപ്പൊ പർച്ചേസ് ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. അത് കൂടുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. ഇനി ക്യാഷ് നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞു ക്യാഷ് അസറ്റ് ആണ്. അസറ്റ് കുറയുമ്പോൾ, അസറ്റ് കുറയില്ലേ, കാരണം പർച്ചേസ് ചെയ്യുമ്പോൾ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ പോവാണ്. പൈസ പോകുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ട്രാൻസാക്ഷൻ ആയിക്കൂടെ, എങ്ങനെ ട്രാൻസാക്ഷൻ ആക്കുക, ബൈ പർച്ചേസ് അക്കൗണ്ട് അല്ലെ, ബൈ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ by purchase account debtor to cash. By purchase account debtor to cash account. നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പർച്ചേസ് ഗുഡ്സ് ഉണ്ടെങ്കിൽ
ബൈ എപ്പോഴും എന്തായിരിക്കും? പർച്ചേസ് ആയിരിക്കും. ടു ക്യാഷിനാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ ടു ക്യാഷ്. കടത്തിനാണെങ്കിൽ ടു ആ വ്യക്തിയുടെ പേര് എഴുതിയാൽ മതി. കടത്തിനാണെങ്കിൽ നമ്മൾ ആരുടെ പേര് എഴുതിയാൽ മതി? ആരുടെ കയ്യിൽ നിന്നാണോ പർച്ചേസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ എൻട്രി ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, പർച്ചേസ് ഗുഡ്സ് ഫ്രം അമൽ കമ്പനി ലിമിറ്റഡ്. അമൽ കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ ട്രാൻസാക്ഷനിൽ കമ്പനിയുടെ പേരുണ്ടെങ്കിൽ അത് കടത്തിനായിരിക്കും. കടത്തിനാണെന്ന് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പറയുന്നില്ല. കടത്തിനാണെങ്കിൽ അതിൽ കമ്പനിയുടെ പേരുണ്ടാവും. അപ്പൊ രണ്ട് രീതിയിൽ അവിടെ വരാം. അല്ലെങ്കിൽ അമൽ പർച്ചേസ് ഗുഡ്സ് ഫ്രം അമൽ ഫോർ ക്യാഷ്, ക്യാഷിനാണെന്ന് പ്രത്യേകിച്ച് പറയുകയും ചെയ്തു, അതിൽ ആളുടെ പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്തല്ല? കടത്തിനല്ല, അത് ക്യാഷിനാണ്. ഇനി ക്യാഷിനാണെന്ന് പറഞ്ഞിട്ടില്ല, ആളുടെ പേരും ഉണ്ടെങ്കിൽ അതെന്താണ്? കടത്തിനാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ കടത്തിനാണെങ്കിൽ നിങ്ങൾ ടു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? കമ്പനിയുടെ പേര് ചെയ്യാം. ക്യാഷിനാണെങ്കിൽ ബൈ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്ലിയർ ആണല്ലോ? കടത്തിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടു ക്യാഷ് എന്നുള്ളതിന് പകരം ടു ആ കമ്പനിയുടെ പേര് എഴുതിയാൽ മതി. അമൽ കമ്പനി ലിമിറ്റഡ്. അമൽ കമ്പനി ലിമിറ്റഡ് എന്നുകൊണ്ട് കമ്പനിയുടെ പേര് എഴുതിയാൽ മതി. മനസ്സിലാണല്ലോ? അപ്പൊ ഇത് നമ്മുടെ ക്രെഡിറ്റർ ആണ്, ലയബിലിറ്റി ആണ്. ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ആണ് ചെയ്യാം. നിങ്ങൾ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ പർച്ചേസ് ഗുഡ്സിന്റെ ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ പർച്ചേസിന് നിങ്ങൾ ഡെബിറ്റ് ചെയ്യുക, മുകളിൽ എഴുതുക. ക്യാഷിനാണെങ്കിൽ ടു ക്യാഷ് എൻട്രി കൊടുക്കുക. കടത്തിനാണെങ്കിൽ ആ കടം വാങ്ങിയ ആളുടെ പേര് കൊടുക്കുക. പേര് മാറി മാറി വരും. അപ്പൊ നിങ്ങൾ എന്താണോ ട്രാൻസാക്ഷനുള്ള പേര് അത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഇനി പർച്ചേസ് പറഞ്ഞ പോലെ തന്നെ പർച്ചേസ് റിട്ടേൺ ഉണ്ടാവും. നമ്മൾ വാങ്ങിയ ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊടുക്കുക. പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റിന് വാങ്ങുമ്പോൾ മാത്രമേ പർച്ചേസ് റിട്ടേൺ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ അമൽ എന്ന് പറയുന്ന കമ്പനി നമ്മൾ സാധനങ്ങൾ വാങ്ങിയല്ലോ, അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അതാണ് പർച്ചേസ് റിട്ടേൺ. അപ്പൊ റിട്ടേൺ ഗുഡ്സ് ടു അമൽ എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പർച്ചേസിന്റെ എൻട്രി എഴുതിയപ്പോൾ ബൈ പർച്ചേസ് ടു അമൽ എന്ന് എഴുതിയത് അത് തിരിച്ചെഴുതാം. എന്താണ് വരിക? ബൈ അമൽ, ബൈ അമൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസിന് പകരം നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞ അക്കൗണ്ട് കൊടുക്കാം. പർച്ചേസ് റിട്ടേൺ സിമ്പിൾ ആണ്. പർച്ചേസ് റിട്ടേൺ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ എൻട്രിന്റെ പർച്ചേസിന്റെ എൻട്രിനെ നേരെ തിരിച്ചു എഴുതാം. ബൈ അമൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് ഉള്ള അക്കൗണ്ട് എന്താക്കി മാറ്റിയാൽ മതി? പർച്ചേസ് റിട്ടേൺ ആക്കിയാൽ മതി. ഇതാണോ? സെയിൽസിന്റെ കേസിലും ഇതേപോലെ വരും. സെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം പർച്ചേസിന്റെ കേസ് നോക്കാം. പർച്ചേസ് ഗുഡ്സ് ആണെങ്കിൽ ബൈ എപ്പോഴും എന്താണ്? പർച്ചേസ് ആണ്. ടു ആണ് മാറി വരിക. റിട്ടേൺ വരുമ്പോൾ എൻട്രി നിങ്ങൾ എന്ത് ചെയ്യാം? തിരിച്ചെഴുതാം. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് സെയിൽസ് നോക്കാം. സെയിൽസ് സോൾഡ് ഗുഡ്സ് അല്ലെങ്കിൽ സോൾഡ് ടു ഗുഡ്സ് ടു സോൾഡ് ഗുഡ്സ് അല്ലെങ്കിൽ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, സോൾഡ് ഗുഡ്സ് ടു രാമു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ട്രാൻസാക്ഷൻസ് വരും. അതായത് നമ്മുടെ ബിസിനസ്സിൽ സെയിൽ ചെയ്തത്, നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ കസ്റ്റമർക്ക് വിറ്റു. വിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് പൈസ വരികയാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ്സിലേക്ക് എപ്പോ പൈസ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ബൈ ക്യാഷ് ആണ്. അപ്പൊ സെയിൽസിന്റെ കേസിൽ ബൈ എപ്പോഴും എന്തായിരിക്കും? ബൈ ക്യാഷ്. ബൈ ക്യാഷ് ആയിരിക്കും. ക്യാഷിനാണ് കേട്ടോ, ക്യാഷിനാണ് നമ്മൾ വിൽക്കുന്നെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ള ട്രാൻസാക്ഷൻ എൻട്രി ചെയ്താണ് ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. അപ്പൊ സോൾഡ് ഗുഡ്സ് എവിടെ കണ്ടാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടു സെയിൽസ് ആയിരിക്കും. ബൈ അല്ല പറയുന്നത്, സോൾഡ് ഗുഡ്സ് എവിടെ കണ്ടാലും ടു എന്തായിരിക്കും? സെയിൽസ് ആയിരിക്കും. ഇനി ക്യാഷിനാണ് വിൽക്കുന്നതെങ്കിൽ ബൈ എന്താണ്? ക്യാഷ്. കടത്തിനാണെങ്കിലോ ബൈ ആണ് മാറുക. ടൂല് മാറ്റുന്ന വല്ല ടു എപ്പോഴും സെയിൽസ് തന്നെയാണ്. സോൾഡ് ഗുഡ്സ് എന്നുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ എപ്പോഴും ടു എന്തായിരിക്കും? സെയിൽസ് ആയിരിക്കും. ബൈ ആണ് മാറുക. ബൈ ക്യാഷിനാണെങ്കിൽ ക്യാഷ് ആയിരിക്കും ബൈ വരിക. കടത്തിനാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ പേരായിരിക്കും. ഫോർ എക്സാമ്പിൾ വേറെ എൻട്രിയാണ് ബൈ സോൾഡ് ഗുഡ്സ് ടു മനോജ്. മനോജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് നമ്മൾ സാധനങ്ങൾ വിറ്റു. കടത്തിനാണല്ലോ, ആളുടെ പേരുണ്ടെങ്കിൽ കടത്തിനാണ്. സെയിൽസിന്റെയും പർച്ചേസിന്റെയും എൻട്രികളിൽ വ്യക്തികളുടെ പേരുണ്ടെങ്കിൽ അതെന്താണ്? കടത്തിനാണ്. സോൾഡ് ഗുഡ്സ് ടു മനോജ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ കടത്തിനാണല്ലോ അല്ലെ. അപ്പൊ കടത്തിനാകുമ്പോൾ നമ്മൾ ക്യാഷ് എഴുതാൻ പാടില്ല. ക്യാഷ് വരുമ്പോൾ മാത്രമല്ല ക്യാഷ് എഴുതാൻ പാടുള്ളൂ. അപ്പൊ കടത്തിനാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ആ പാർട്ടിയുടെ പേര് എഴുതിയാൽ മതി. അപ്പൊ മനോജ് എന്ന് പറഞ്ഞാൽ ബൈ മനോജ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഇതിലാണല്ലോ പറഞ്ഞത് മനോജ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. അതായത് കടത്തിനാണെങ്കിൽ നിങ്ങൾ ബൈ എന്ന് പറഞ്ഞ പേര് എഴുതാം ടു സെയിൽസ്. ക്യാഷിനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ബൈ ക്യാഷ് എന്ന് എഴുതാം ടു സെയിൽസ്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ പർച്ചേസിന്റെയും കേസ് സെയിൽസിന്റെയും കേസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ബിസിനസ് തുടങ്ങുന്ന എൻട്രി, പർച്ചേസിന്റെ എൻട്രി, സെയിൽസിന്റെ എൻട്രി. ഇനി സെയിൽസ് റിട്ടേൺ വരികയാണെങ്കിലോ
സാധനങ്ങൾ നമ്മൾ വിറ്റ സാധനം നമുക്ക് തിരിച്ച് കൊണ്ടു അയച്ചു തരും, കംപ്ലൈന്റ് കണ്ടായിട്ട് തിരിച്ചയച്ചു തരും. അതിനാണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയാം. പർച്ചേസ് റിട്ടേൺ പോലെ നമ്മൾ എന്ത് ചെയ്യാം, തിരിച്ചു എഴുതാം. സെയിൽസ് റിട്ടേൺ ആകുമ്പോൾ ബൈ സെയിൽസ് റിട്ടേൺ, ബൈ സെയിൽസ് റിട്ടേൺ ഡെപ്റ്റർ ടു മനോജ്. ആരാണോ റിട്ടേൺ അയച്ചത് അവരുടെ പേര് എഴുതാം. ബൈ സെയിൽസ് റിട്ടേൺ ഡെപ്റ്റർ ടു മനോജ്. വളരെ സിമ്പിൾ ആയിട്ട് ചേർന്നിട്ട് എഴുതാവുന്നതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കും വളരെ സിമ്പിൾ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. സിമ്പിൾ പരിപാടിയാണ്, പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഐഡിയ ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ പർച്ചേസ് സെയിൽസ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് വരാനുള്ളത് എക്സ്പെൻസീവ് ഇൻകം ആണ്. എക്സ്പെൻസീവ് ഇൻകം കൂടെ നമുക്ക് നോക്കിയാണ്. അപ്പൊ എക്സ്പെൻസീവ് ഇൻകം ആണ് ഇനി വരാനുള്ളത്. എക്സ്പെൻസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ പെയ്ഡ് എന്ന് പറഞ്ഞു വരില്ല. അതായത് പെയ്ഡ് സാലറി, പെയ്ഡ് കമ്മീഷൻ, പെയ്ഡ് റെന്റ്, ഇങ്ങനെ പെയ്ഡ് എന്ന് പറഞ്ഞു വരുന്നതൊക്കെ നമ്മുടെ എക്സ്പെൻസുകളാണ്, നമ്മുടെ ചെലവുകളാണ്. ഓക്കെ ആണല്ലോ. അപ്പോ പെയ്ഡ് എന്ന് പറഞ്ഞു വരുന്ന ഏതൊരു ട്രാൻസാക്ഷനും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. ക്യാഷ് പോകുമ്പോൾ അതിലൊരു അക്കൗണ്ട് എന്താണ്, ക്യാഷ് ആണല്ലോ. കൺഫേം ആണല്ലോ. ഒരു അക്കൗണ്ട് ക്യാഷ് ആണ്. പെയ്ഡിൽ എപ്പോഴും എന്താണ്, ഒരു അക്കൗണ്ട് ക്യാഷ് ആണ്. അപ്പൊ ഈ ക്യാഷ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കാം. ക്യാഷ് അതല്ലെങ്കിൽ ബാങ്ക്, ഇത് രണ്ടും വരാട്ടോ. അപ്പോ ക്യാഷ് പോകുമ്പോൾ എപ്പോഴും ടു ക്യാഷ് ആണ്, ക്യാഷ് വരുമ്പോൾ എപ്പോഴും ബൈ ക്യാഷ് ആയിരിക്കും. അപ്പൊ ക്യാഷ് പോകുന്ന കേസ് ആയതുകൊണ്ട് പേയ്മെന്റിന്റെ ഏത് ട്രാൻസാക്ഷൻ എടുത്താലും അതിനകത്ത് ടു എന്തായിരിക്കും, ക്യാഷ് ആയിരിക്കും. ബൈ എന്താണോ നമ്മൾ പേയ്മെന്റ് കൊടുത്തത് അത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പെയ്ഡ് സാലറി കൊടുത്തു. പെയ്ഡ് സാലറി എങ്ങനെ എൻട്രി വരിക, ബൈ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ക്യാഷ് അല്ല കൊടുത്തത്, ബൈ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇപ്പൊ റെന്റ് ആണ് കൊടുത്തത്, പെയ്ഡ് റെന്റ്, ബൈ റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. കമ്മീഷൻ ആണ് കൊടുത്തത്, പെയ്ഡ് കമ്മീഷൻ, ബൈ കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എന്ത് പെയ്ഡ് ചെയ്താലും നമ്മൾ തന്നെയാണ് ബൈ എന്ന് പറഞ്ഞാൽ എന്താണോ കൊടുത്തത് ആ അക്കൗണ്ട് എഴുതാം. റെന്റ് ആവാം, കമ്മീഷൻ ആവാം, ഇലക്ട്രിസിറ്റി ചാർജ് ആവാം, ഫോൺ ബിൽ ആവാം, വെഹിക്കിൾ എക്സ്പെൻസ് ആവാം, ഡി എക്സ്പെൻസ് ആവാം, എന്ത് തന്നെ ആവാം, മിസ്ലേനിയസ് എക്സ്പെൻസ് ആവാം. ഇങ്ങനെ എന്ത് എക്സ്പെൻസുകൾ വന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടെങ്കിൽ പെയ്ഡ് അല്ലെങ്കിൽ പേയ്മെന്റ് മെയ്ഡ് അങ്ങനെയൊക്കെയാണ് പറയാം. പെയ്ഡ് അല്ലെങ്കിൽ പേയ്മെന്റ് മെയ്ഡ്, പൈസ കൊടുത്തു എന്നുള്ളതാണ് അർത്ഥം. പെയ്ഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ബൈ എന്ന് പറഞ്ഞാൽ എന്താണോ പേ ചെയ്തത് അത് എഴുതാം, ടു ക്യാഷ്. ഓക്കെ ആണല്ലോ. ഇനി ചെക്ക് വരുന്ന കേസിൽ അത് ഞാൻ അടുത്ത പറയാം, ബാങ്ക് പറഞ്ഞതിന് ശേഷം പറയാം ചെക്ക് വരുന്ന കേസ്. അപ്പൊ നിങ്ങൾ തൽക്കാലം ഒന്ന് മനസ്സിലാക്കി വെക്കുക, പേയ്മെന്റുകൾ എക്സ്പെൻസുകളുടെ കേസിൽ ബൈ എപ്പോഴും എന്തായിരിക്കും, എക്സ്പെൻസ് ആയിരിക്കും, ടു ക്യാഷ് ആയിരിക്കും. ക്ലിയർ ആണോ. ഇനി വരാനുള്ളത് ഇൻകം ആണ്. ഇൻകം എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇങ്ങോട്ട് വരിക അല്ലെ. ഇപ്പൊ റിസീവ്ഡ് കമ്മീഷൻ, റിസീവ്ഡ് ഡിസ്കൗണ്ട്, റിസീവ്ഡ് റെന്റ്, റിസീവ്ഡ് എന്ന് പറഞ്ഞു വരുന്നതൊക്കെ എന്താണ്, ക്യാഷ് ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പൊ റിസീവ്ഡ് എന്ന് പറഞ്ഞു വരുന്ന എല്ലാത്തിനും പൈസ ഇങ്ങോട്ട് വരിക ആയതുകൊണ്ട് ബൈ എന്തായിരിക്കും, ബൈ ക്യാഷ്. റിസീവ്ഡ് എന്ന് പറഞ്ഞു വരുന്ന ട്രാൻസാക്ഷനിലൊക്കെ ക്യാഷ് ഇങ്ങോട്ട് വരില്ലേ. അപ്പൊ ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താണോ വരുന്നത് അത് എഴുതാം. കമ്മീഷൻ ആണെങ്കിൽ ടു കമ്മീഷൻ. കമ്മീഷൻ കിട്ടി. അപ്പൊ ശ്രദ്ധിക്കട്ടോ, കമ്മീഷൻ എന്താവാം, എക്സ്പെൻസും ആവാം, ഇൻകവും ആവാം. എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, പെയ്ഡ് കമ്മീഷൻ ആണെങ്കിൽ അങ്ങോട്ട് കൊടുത്ത കമ്മീഷൻ ആണ്, അത് എക്സ്പെൻസ് ആണ്. റിസീവ്ഡ് കമ്മീഷൻ ആണെങ്കിൽ ഇങ്ങോട്ട് കിട്ടിയ കമ്മീഷൻ ആണ്, അതെന്താണ്, ഇൻകം ആണ്. അപ്പോ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി. അങ്ങോട്ടാണോ പൈസ പോയത്, ഇങ്ങോട്ടാണോ വന്നത്. അങ്ങോട്ടാണെങ്കിൽ പെയ്ഡ് ആയിരിക്കും, ഇങ്ങോട്ടാണെങ്കിൽ റിസീവ്ഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി റിസീവ്ഡിന്റെ എൻട്രി നമ്മൾ പാസ് ചെയ്യുമ്പോൾ എപ്പോഴും പൈസ ഇങ്ങോട്ട് വരില്ലേ. പൈസ ബിസിനസ്സിലേക്ക് വരുമ്പോഴൊക്കെ ബൈ എന്തായിരിക്കും, ക്യാഷ് ആയിരിക്കും. ടു എന്താണോ വന്നത്, ക്യാപിറ്റൽ വന്നപ്പോൾ ടു ക്യാപിറ്റൽ, കമ്മീഷൻ വന്നപ്പോൾ ടു കമ്മീഷൻ, ഡിസ്കൗണ്ട് വരുമ്പോൾ ടു ഡിസ്കൗണ്ട്, റെന്റ് വന്നാൽ ടു റെന്റ്, കച്ചവടം നടന്നു കഴിഞ്ഞാൽ ടു സെയിൽസ്. ഓക്കെ ആണല്ലോ. സിമ്പിൾ അല്ല പരിപാടി. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകത്തിന്റെ എൻട്രി പാസ് ചെയ്യുന്നത്. ഇനി ഏതാണ് വരുന്നത്, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ട്രാൻസാക്ഷൻസ് വരാറുണ്ട്. ബാങ്കുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് നമ്മൾ പൊതുവെ കോൺട്രാ എൻട്രി. ബാങ്കിലേക്ക് അങ്ങോട്ട് പൈസ നിക്ഷേപിക്കുക, ബാങ്കിൽ നിന്ന് ക്യാഷ് ഇങ്ങോട്ട് എടുക്കുക. വളരെ സിമ്പിൾ ആണ്. ആദ്യമായിട്ട് നമ്മൾ പറയുന്ന ബാങ്കിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വിചാരിച്ചോളൂ. ബാങ്കിലേക്ക് പൈസ അങ്ങോട്ട് ഇടല്ലേ. പൈസ ബാങ്കിലേക്ക് ഇടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. ക്യാഷ് പോകുമ്പോൾ ടു ക്യാഷ്. ക്യാഷ് പോകുമ്പോൾ ടു ക്യാഷ് ആണ്. ബൈ എന്തായിരിക്കും, ബാങ്കിലേക്കല്ലേ പോകുന്നത്, ബൈ ബാങ്ക്. ബൈ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. സിമ്പിൾ ആയിട്ട് എഴുതാം, ബൈ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ബാങ്കിലേക്ക് പൈസ അങ്ങോട്ട് ഇട്ടു. ഇനി ബാങ്കിൽ നിന്ന് പൈസ ഇങ്ങോട്ട് എടുക്കണം. ഇങ്ങോട്ട് എടുക്കുമ്പോൾ ബാങ്കിൽ നിന്ന് കുറയും, നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരും. ക്യാഷ് ഇങ്ങോട്ട് വരുമ്പോ
ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. അപ്പൊ ബാങ്കിലേക്ക് അങ്ങോട്ട് ക്യാഷ് എടുക്കുന്നു, ബാങ്കിൽ നിന്ന് ക്യാഷ് ഇങ്ങോട്ട് വിഡ്രോ ചെയ്യാം. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ക്യാഷ് എടുക്കുന്നത് എന്തിനാണ്? ഈ എൻട്രിയാണ്. അങ്ങോട്ട് ഇടുമ്പോൾ ബൈ ബാങ്ക് ടു ക്യാഷ്, ഇങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ ക്യാഷ് ടു ബാങ്ക്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന വേറെ എൻട്രിയാണ് ചില എക്സ്പെൻസുകളിലും ചില ഇൻകത്തിലൊക്കെ നിങ്ങൾ ചെക്ക് എന്ന് പറയുന്നത് അല്ലെ. പർച്ചേസിന്റെ കേസിലാണെങ്കിലും സെയിൽസിന്റെ കേസിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് പർച്ചേസ് ഗുഡ്സ് ഫോർ ചെക്ക്, ചെക്ക് കൊടുത്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാം. അപ്പൊ ഈ ചെക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. ചെക്ക് നിങ്ങൾ കണ്ടാൽ സാധാരണ ക്യാഷിലാണെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് എൻട്രി എഴുതുന്നത്. പക്ഷെ ചെക്ക് ആണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് എഴുതാം? ബാങ്ക് എഴുതാം. ഫോർ എക്സാമ്പിൾ പർച്ചേസിന്റെ കേസിൽ പർച്ചേസ് ഗുഡ്സ് ഫോർ ചെക്ക്, ചെക്ക് കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് കണ്ടാൽ തന്നെയാണ് ബൈ പർച്ചേസ് ആണല്ലോ, അതിന് കൺഫ്യൂഷൻ ഒന്നുമില്ല. ബൈ എന്താണ്? പർച്ചേസ് ആണ്. ടു ക്യാഷ് എന്നതിന് പകരം നമ്മൾ അവിടെ എന്ത് ചെയ്യുക? ടു ബാങ്ക് എഴുതുക. കാരണം ചെക്ക് കൊടുത്ത പൈസ കൊടുത്താൽ പോവാം, ബാങ്കിൽ നിന്നാണ് പോവാം. അപ്പൊ ചെക്ക് എവിടെ കണ്ടാലും നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് എന്ന് എഴുതി വെക്കരുത്. അവിടെ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? ബാങ്ക് എന്ന് അക്കൗണ്ട് എഴുതിയാൽ മതി. അപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് ചെക്ക് കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ടു ബാങ്ക്. ചെക്ക് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റെന്റ് കിട്ടി, റെന്റ് കിട്ടിയത് ചെക്കാണ് കിട്ടിയത്. ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കിലേക്കല്ലേ പൈസ വരിക? അപ്പൊ ബൈ ബാങ്ക്. അപ്പൊ ചെക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്യാഷിന് പകരം എന്ത് യൂസ് ചെയ്താൽ മതി? ബാങ്ക് യൂസ് ചെയ്താൽ മതി. ചെക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ക്യാഷിന് പകരം ബാങ്ക് യൂസ് ചെയ്യാം. അതായത് ക്യാഷ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ചെക്ക് ഇങ്ങോട്ട് വരികയാണ്, അപ്പൊ നമ്മൾ ബൈ ബാങ്ക്. ചെക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്, അപ്പൊ റെന്റ് കൊടുത്തു അല്ലെങ്കിൽ കമ്മീഷൻ കൊടുത്തു, ചെക്കാണ് കൊടുത്തതെങ്കിൽ ബൈ ചെക്കാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാം? ടു ക്യാഷിന് പകരം ടു ബാങ്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ ചെക്ക് വരുന്ന കേസുകൾ. ഇനി പിന്നെ ഇതിനകത്ത് വരുന്ന രണ്ട് എൻട്രിയും കൂടെ ഉള്ളത്, ഒന്ന് അസറ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യും. പർച്ചേസ്ഡ് മെഷീനറി, പർച്ചേസ്ഡ് സ്റ്റേഷനറി, പർച്ചേസ്ഡ് കാർ, പർച്ചേസ്ഡ് ഫർണിച്ചർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ചില സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പൊ അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരിക്കലും പർച്ചേസ് എന്നുള്ള അക്കൗണ്ട് എഴുതരുത്. അവിടെ നമ്മൾ എന്താണോ പർച്ചേസ് ചെയ്യുന്നത്, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് എഴുതാൻ പാടുള്ളൂ? പർച്ചേസ് എന്നുള്ള അക്കൗണ്ട് കൊണ്ടുപോയിട്ട് എഴുതാൻ പാടുള്ളൂ. വേറെ എന്ത് സാധനം പർച്ചേസ് ചെയ്താൽ നിങ്ങൾ ബൈ എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ആ സാധനം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ അസറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, അതായത് ഒരു മെഷീനറി ആണ് പർച്ചേസ് ചെയ്യുന്നത്. മെഷീനറി, ഒരു മെഷീൻ വാങ്ങിച്ചു, നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബൈ അക്കൗണ്ട് എന്താണ്? ബൈ അക്കൗണ്ട് മെഷീനറി ആണ്. ബൈ മെഷീനറി, ബൈ മെഷീനറി ടു ക്യാഷ്. ക്യാഷിനാണെങ്കിൽ ടു ക്യാഷ്, കടത്തിനാണെങ്കിൽ ആളുടെ പേര്. മെഷീനറി കടത്തിന് വാങ്ങാം, കടത്തിന് വാങ്ങുകയാണെങ്കിൽ ടു ആളുടെ പേര്. ഓക്കെ ആണല്ലോ. കടത്തിന് എന്ത് സാധനം വാങ്ങിയാലും ടു ആളുടെ പേര് എഴുതിയത്. ഓക്കെ. അപ്പൊ മെഷീനറി വാങ്ങിയാൽ ബൈ മെഷീനറി. ഫർണിച്ചർ ആണ് വാങ്ങിയെങ്കിലും ബൈ ഫർണിച്ചർ ടു ക്യാഷ്. ഇനി വാങ്ങുമ്പോൾ ചെക്ക് കൊടുത്താലോ? ബൈ ഫർണിച്ചർ ടു ബാങ്ക്. ക്ലിയർ ആണോ? ബൈ ഫർണിച്ചർ ടു ബാങ്ക്. ചെക്ക് കൊടുക്കും, ക്യാഷ് ആണ് കൊടുത്തെങ്കിൽ ടു ക്യാഷ്, കടത്തിലാണെങ്കിൽ ആളുടെ പേര്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് പരിപാടി. അപ്പോൾ ബൈ മെഷീനറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. ബൈ സ്റ്റേഷനറി വാങ്ങിച്ചു, സ്റ്റേഷനറി വാങ്ങുമ്പോൾ ബൈ സ്റ്റേഷനറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെ എന്ത് പർച്ചേസ് ചെയ്താലും നിങ്ങൾ എന്നാൽ മതി? ബൈ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ബൈ എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ. ഇനി ഒരു ട്രാൻസാക്ഷൻ കൂടെ സാധാരണ വരാറുള്ള ട്രാൻസാക്ഷൻ ആണ്. അതായത് ഓണർ ബിസിനസ് നിന്ന് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പൈസ എടുക്കാം. ബിസിനസ് നിന്നാവാം, ബാങ്കിൽ നിന്നാവാം, എവിടെ നിന്നാണെങ്കിലും ഓണർ ബിസിനസ് നിന്ന് പൈസ എടുത്ത് പോവുകയാണെങ്കിൽ അത് നമ്മൾ ഡ്രോവിങ്സ് ഓണർ അക്കൗണ്ടിലാണ് കാണിക്കുക. അതായത് ഓണർ വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്, ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻ വരിക. ഓണർ ആളുടെ പേരൊക്കെ പറയും ചിലപ്പോൾ. വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് ആണെങ്കിൽ അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് ബിസിനസ് നിന്ന് പൈസ എടുത്താൽ അത് നമ്മൾ ഡ്രോവിങ്സ് പറഞ്ഞ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. ക്യാഷ് പോവാണല്ലോ, അപ്പൊ എന്തായാലും ടു ക്യാഷ് ആണ്. ടു ക്യാഷ്. ക്യാഷ് ബൈ എന്തായിരിക്കും? ബൈ ഡ്രോവിങ്സ്. ബൈ ഡ്രോവിങ്സ്. ബൈ ഡ്രോവിങ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. അപ്പൊ ഒട്ടുമിക്ക ട്രാൻസാക്ഷനിൽ നിങ്ങൾക്ക് എന്ത് വരും? ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ഇപ്പൊ ബാങ്കിൽ നിന്ന് പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്താലോ? ടു ബാങ്ക്. അപ്പോൾ ശ്രദ്ധിക്കുക, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന രണ്ട് രീതിയിൽ എൻട്രി വരും. ഒന്ന് ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തെന്ന് മാത്രം പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിനടുത്താണ് ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് പൈസ എടുത്താൽ ബൈ ക്യാഷ് ടു ബാങ്ക് എന്ന എൻട്രിയാണ്. അതേസമയം ഓണർ പേഴ്സണൽ ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് പൈസ എടുക്കുകയാണെങ്കിൽ ബൈ ഡ്രോവിങ്സ് ടു ക്യാഷ്.
അപ്പൊ ഇത്രയും എൻട്രികളാണ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്, നിങ്ങൾക്ക് വരാറുള്ളത്. അപ്പൊ ഈ ഒരു എൻട്രികൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ തരാം, നിങ്ങൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ജേർണൽ ക്ലിയർ ആയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ബാക്കി ഭാഗങ്ങളിലേക്ക് പോകുന്നുള്ളൂ. അപ്പൊ ജേർണൽ ഇനിയും സംശയമുള്ളവർ എന്തായാലും പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ട്രാൻസാക്ഷൻ്റെ എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ ഇതെങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ചോദിക്കുക. അപ്പൊ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെയും ബൈ.